നമസ്കാരം. ഇന്നത്തെ എഡ്യൂക്കേഷൻ സെക്ഷൻ +1 സോഷ്യോളജിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വ്യത്യസ്തമായ ഒരു സെക്ഷനാണ്. എല്ലാവരും ഓണമൊക്കെ ആഘോഷിച്ചിട്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ +1 സ്റ്റുഡൻസിനെ സംബന്ധിച്ച് +1 എക്സാം ഉടനെ തന്നെ ഉണ്ടാവും എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പം +1 എക്സാമിന് മുമ്പായിട്ട് മോഡൽ എക്സാമിനെ കുറിച്ചുള്ള ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. പക്ഷേ മോഡൽ എക്സാമിനേഷനിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് എന്തായിരിക്കും +1 എക്സാം, എങ്ങനെയായിരിക്കും +1 എക്സാം, എന്തായിരിക്കും അതിൻ്റെ ഒരു പാറ്റേൺ, ഇത്തരം കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മളിവിടെ നോക്കിക്കാണുന്നത്. അതായത് +1 സോഷ്യോളജിയുടെ യഥാർത്ഥത്തിലുള്ള മോഡലിൽ തന്നെയുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഇവിടെ വിശകലനം ചെയ്തു പോവുകയാണ് ചെയ്യുന്നത്. മുൻ വർഷങ്ങളിലൊക്കെ ധാരാളം ക്വസ്റ്റ്യൻ പേപ്പറുകൾ +1 സോഷ്യോളജിയുടെ കണ്ടിട്ടുണ്ടെങ്കിൽ പോലും അതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായി വളരെ നല്ല ഒബ്ജക്റ്റിവിറ്റിയുള്ള സയൻറ്റിഫിക് ആയിട്ടുള്ള പ്രസക്തമായ ചോദ്യങ്ങൾ ഉൾക്കൊണ്ടിട്ടുള്ള ഒരു ചോദ്യപേപ്പർ തന്നെയാണ്, അല്ലെങ്കിൽ ഒരു മോഡൽ ക്വസ്റ്റ്യൻ തന്നെയാണ് ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ നമ്മളുടെ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ തന്നെ ഈക്വലൻസി പരീക്ഷയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇത്. ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യുന്നതിൽ കൂടെ എല്ലാവർക്കും നല്ല രീതിയിൽ ക്വസ്റ്റ്യൻ്റെ പാറ്റേൺ, സോഷ്യോളജി പ്രത്യേകിച്ചും ഹ്യൂമാനിറ്റീസ് വിഷയങ്ങളുടെ ക്വസ്റ്റ്യൻ്റെ പാറ്റേണുകളെ കുറിച്ചും +1 എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ക്വസ്റ്റ്യനുകളുടെ മാതൃക പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് ഈ സെക്ഷൻ കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഈ ഒരു ക്വസ്റ്റ്യൻ പാറ്റേണിൽ എല്ലാ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യുവാൻ സാധിക്കുന്നതായിരിക്കും. എന്നാൽ ഫസ്റ്റ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ ഒരു രീതിയിൽ എല്ലാ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്യാൻ സാധിക്കണമെന്നില്ല. നിലവിലുള്ള ഇൻഫർമേഷൻ അനുസരിച്ച് ഓരോ പാർട്ടിലും മാക്സിമം ഇത്ര ക്വസ്റ്റ്യനുകൾ മാത്രമേ മാർക്ക് കിട്ടുവാൻ സാധ്യതയുള്ളൂ. നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഒരു വിശകലനത്തിലേക്ക് കടക്കാം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നമുക്ക് സ്ക്രീനിൽ ഡിസ്പ്ലേ കൊടുക്കാം. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടന്നു കഴിഞ്ഞാൽ അവിടെ പ്രിവിലേജ്ഡ് ഗ്രൂപ്പിൻ്റെ 2 ക്യാരക്ടറിസ്റ്റിക്സ് തന്നു. മൂന്നാമത്തെ ഐഡന്റിഫൈ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ആൻസർ ലൈഫ് ചാൻസസ് ആണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഡാഷ് കണക്ട് സോഷ്യോളജി ആൻഡ് സൈക്കോളജി. അപ്പോൾ സോഷ്യോളജിയും സൈക്കോളജിയും ചേർന്നിട്ടുള്ള ഒരു ശാസ്ത്രമാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. സോഷ്യൽ സൈക്കോളജിയാണ് ആൻസർ. തേർഡ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ സോഷ്യൽ കൺട്രോളിന്റെ സബ് ഡിവിഷനായിട്ട് ഇൻഫോർമൽ സോഷ്യൽ കൺട്രോൾ ആണ് തന്നിരിക്കുന്നത്. മറ്റൊന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്, ഫോർമൽ സോഷ്യൽ കൺട്രോൾ ആണ്. അപ്പോൾ ആൻസർ ഫോർമൽ സോഷ്യൽ കൺട്രോൾ ആയിരിക്കും. നാലാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഡിവിഷൻ ഓഫ് ലേബറിന്റെ ഉപജ്ഞാതാവ് ആരാണ്? അതിന്റെ ആൻസർ ഡർക്കീമാണ്, എമിൽ ഡർക്കീമാണ്. തുടർന്ന് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ റിമെമ്പേർഡ് വില്ലേജ്, അതുമായി ബന്ധപ്പെട്ടത് MN ശ്രീനിവാസാണ്. MN ശ്രീനിവാസിന്റെ അദ്ദേഹം നടത്തിയ ഫീൽഡ് വർക്കിന്റെ അല്ലെ പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷന്റെ ഫലമായിട്ട് അദ്ദേഹം എഴുതിയ ഒരു ബുക്കാണ് റിമെമ്പേർഡ് വില്ലേജ്. അടുത്ത ആറാമത്തെ ക്വസ്റ്റ്യനിൽ വാട്ട് ഈസ് ദ റീസൺ ഓഫ് ഗ്ലോബലൈസേഷൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് തെറ്റാണ്. നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസിൽ ഇംഗ്ലീഷിനോടൊപ്പം തന്നെ മലയാളവും കൂടെ നോക്കുക. അപ്പോൾ മലയാളത്തിൽ നമുക്കത് കാണാൻ പറ്റും, ആഗോള താപനം. അപ്പോൾ അവിടുത്തെ ശരിക്കുള്ള ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ വാട്ട് ഈസ് ദ റീസൺ ഓഫ് ഗ്ലോബൽ വാർമിംഗ് ആണ്. അപ്പോൾ ഈ രീതിയിലൊന്ന് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ പല മിസ്റ്റേക്കുകളും ക്വസ്റ്റ്യനിലെ അല്ലെ കൺഫ്യൂഷനൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയി കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഗ്ലോബൽ വാർമിങ്ങിൻ്റെ ഒരു കാരണം നിങ്ങൾക്ക് പല കാരണങ്ങൾ പറയാൻ പറ്റും. അത് പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രീൻ ഹൗസ് എഫക്റ്റ് ആണ്. കാർബൺ ടെട്രാഫ്ലൂറൈഡ് പോലെയുള്ള വാതകങ്ങൾ അന്തരീക്ഷത്തിലേക്ക് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഏഴാമത്തെ ക്വസ്റ്റ്യൻ, അവിടെ ഒരു പിരമിഡ് വന്നിട്ടുണ്ട്. അവിടെ ഫസ്റ്റ് ആയിട്ട് വരുന്ന എസ്റ്റേറ്റിനെ കുറിച്ചാണ് സൂചിപ്പിക്കുന്ന ഫസ്റ്റ് ക്ലർജിയാണ് വരേണ്ടത്. എട്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഐഡിയൽ ടൈപ്പ് എന്ന് പറയുന്ന ആരുടെ കൺസെപ്റ്റ് ആണ്? നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, മാക്സ് വെബറിന്റെ കൺസെപ്റ്റ് ആണ് ഐഡിയൽ ടൈപ്പ്. ഒൻപതാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ സോഷ്യോളജിക്കൽ സൊസൈറ്റിയുടെ സ്ഥാപകൻ ആരായിരുന്നു? GS ഖുരെ ആയിരുന്നു. അദ്ദേഹമായിരുന്നു അതിന്റെ സ്ഥാപക പ്രസിഡന്റ്. പത്താമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടന്നു കഴിഞ്ഞാൽ അത് തന്നിരിക്കുന്നതിൽ ഇന്ത്യൻ സോഷ്യോളജിസ്റ്റ് എന്ന് പറഞ്ഞാൽ MN ശ്രീനിവാസാണ്. അപ്പോൾ 1 മുതൽ 10 വരെ ഉള്ള ക്വസ്റ്റ്യനുകൾക്ക് 1 മാർക്കാണ്. തുടർന്ന് 11 തൊട്ട് 19 വരെയുള്ള ക്വസ്റ്റ്യനുകൾക്ക് 2 മാർക്കായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. തുടർന്ന് എഡ്യൂക്കേഷൻ, ടെക്നോളജിക്കലും ട്രഡീഷണലും എന്റർടൈൻമെന്റുമായിട്ടുള്ള വീഡിയോ കാണാൻ വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കണും എനേബിൾ ചെയ്യുക. അപ്പം അടുത്തതായിട്ട് 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ്. 11ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടന്നു കഴിഞ്ഞാൽ എക്സ്പ്ലെയിൻ എസ്റ്റേറ്റ് സിസ്റ്റം. എന്താണ് എസ്റ്റേറ്റ് സിസ്റ്റം? ഇറ്റ് ഈസ് എ സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ ഫൗണ്ട് ഇൻ യൂറോപ്യൻ രാജ്യങ്ങളിൽ കണ്ടുവരുന്ന സൊസൈറ്റിയെ 3 ഡിവിഷനുകളായിട്ട് ഡിവൈഡ് ചെയ്യുന്ന ഒരു സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷനാണ്. ക്ലർജി, നോബിൾമാൻ, കോമണേഴ്സ്. അതായത് പുരോഹിതവർഗം, ഭൂപ്രഭുക്കൾ, സാധാരണക്കാര് എന്ന രീതിയിൽ 3ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അടുത്ത ക്വസ്റ്റ്യൻ 12, ഡിഫൈൻ പൊളിറ്റിക്കൽ സോഷ്യോളജി. അപ്പോൾ ഇവിടെ ആദ്യം നമ്മൾ പറയേണ്ടത് സോഷ്യോളജിയും പൊളിറ്റിക്സും ചേർന്നിട്ടുള്ള ഒരു സിന്തറ്റിക് ബ്രാഞ്ചാണ്, അല്ലെ കൂടിച്ചേർന്ന ഒരു ബ്രാഞ്ചാണ് പൊളിറ്റിക്കൽ സോഷ്യോളജി. അതായത് സൊസൈറ്റിയിൽ ഉണ്ടാകുന്ന രാഷ്ട്രീയ പെരുമാറ്റങ്ങൾ, പൊളിറ്റിക്കലായിട്ടുള്ള ഇൻട്രാക്ഷനുകളെ കുറിച്ചാണ് ഇവിടെ ഡീൽ ചെയ്യുന്നത്. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ സോഷ്യോളജിയിലുണ്ടാകുന്ന പൊളിറ്റിക്കലായിട്ടുള്ള ഇൻട്രാക്ഷനുകളും അതുപോലെ തന്നെ പൊളിറ്റിക്സിൽ വരുന്ന സോഷ്യൽ ഇൻട്രാക്ഷനുകളെ കുറിച്ചുമാണ് ഡീൽ ചെയ്യുന്നത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം.
ഉദാഹരണമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ സാധാരണ രീതിയിൽ ഇലക്ഷൻ ഒക്കെ നടക്കുമ്പോൾ ആ ഇലക്ഷൻ പീരീഡിൽ സമൂഹത്തിലുണ്ടാകുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള പൊളിറ്റിക്കൽ ഇൻട്രാക്ഷനുകൾ, ആ ഇലക്ഷൻ്റെ റിസൾട്ടിലേക്ക് നയിച്ചിട്ടുള്ള സോഷ്യൽ ഇൻട്രാക്ഷനുകളൊക്കെ നമുക്ക് ഈ രീതിയിലുള്ള ഒരു പഠനത്തിൽ ഉൾപ്പെടുത്താൻ സാധിക്കും. നെക്സ്റ്റ് 13, വാട്ട് ഈസ് മെൻ ബൈ സ്റ്റേറ്റ്ലെസ് സൊസൈറ്റി? സ്റ്റേറ്റ്ലെസ് സൊസൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രദേശത്ത് അല്ലെങ്കിൽ ഒരു നേഷനിൽ ഫോർമലായിട്ടുള്ള ഒരു സ്റ്റേറ്റ്, പ്രവർത്തനനിരതമായ ഒരു സ്റ്റേറ്റ് അല്ലെങ്കിൽ പ്രവർത്തനനിരതമായ ഒരു ഗവൺമെൻറ് ഇല്ലാത്ത ഒരു സൊസൈറ്റിയാണ് സ്റ്റേറ്റ്ലെസ് സൊസൈറ്റി എന്ന് പറയുന്നത്. അതായത് അവിടെ സ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു ഫോർമൽ സംവിധാനം ഇല്ലാത്തത്. അപ്പോൾ ഒരു പരിധിവരെ ഇതൊക്കെ രാഷ്ട്രത്തിൻ്റെ അല്ല സ്റ്റേറ്റിൻ്റെ ഫോർമേഷന് മുമ്പ് നിലനിന്നിരുന്ന പ്രാചീന സമൂഹങ്ങളാവാം, അല്ലെങ്കിൽ കൾച്ചറും നോംസും അങ്ങനെയൊക്കെയുള്ള ചില ഇൻഫോർമൽ ആയിട്ടുള്ള സംവിധാനങ്ങളുടെ നിയന്ത്രണത്തിൽ നിലനിന്ന് പോന്നിരുന്ന സമൂഹങ്ങളാവാം. അപ്പോൾ എന്തായാലും ഇവിടെ സ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു സംവിധാനം, അവിടെ ഫോർമലായിട്ടുള്ളൊരു സംവിധാനം ഇല്ലാത്തതാണ് ഇതിൽ കൂടെ സൂചിപ്പിക്കുന്നത്. അടുത്തത് 14ാമത്തെ ക്വസ്റ്റ്യൻ, റൈറ്റ് എനി 2 ഡയമെൻഷൻസ് ഓഫ് കൾച്ചർ. കൾച്ചറിൻ്റെ ഏതെങ്കിലും 2 ഡയമെൻഷൻസ്. അപ്പം മെറ്റീരിയൽ കൾച്ചർ, നോൺ മെറ്റീരിയൽ കൾച്ചർ എന്നോ, അല്ലെങ്കിൽ മെറ്റീരിയൽ കൾച്ചർ, മെറ്റീരിയൽ ആസ്പെക്റ്റ്, നോമേറ്റീവ് ആസ്പെക്റ്റ്, കോഗ്നിറ്റീവ് ആസ്പെക്ട്സ് ഓഫ് കൾച്ചർ എന്നോ ആൻസർ പറയാം. 15ാമത്തെ ക്വസ്റ്റ്യൻ, ബ്രീഫ് നോട്ട് ഓൺ റെവല്യൂഷണറി ചേഞ്ച്. എന്താണ് റെവല്യൂഷൻ? റെവല്യൂഷൻ എന്ന് പറയുന്ന ഒരു സോഷ്യൽ ചേഞ്ചിൻ്റെ കാരണമാക്കുന്ന ഒരു കാര്യമാണ്. റെവല്യൂഷൻ ഈസ് ആൻ ഇമ്മീഡിയറ്റ്, ഇറ്റ് ഈസ് എ സഡൻ ചേഞ്ച്. നിലനിൽക്കുന്ന സാമൂഹ്യക്രമത്തെ തകർത്തെറിഞ്ഞുകൊണ്ട് മറ്റൊരു സാമൂഹ്യക്രമം ഉടലെടുക്കുന്നതാണ് റവല്യൂഷൻ കൊണ്ട് അർത്ഥമാക്കുന്നത്. ഇവിടെ പലപ്പോഴും ഡിസ്ട്രക്ഷൻസും വയലൻസും ഒക്കെ ഉണ്ടാവാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ അതിന് ഉദാഹരണമായിട്ട് നമുക്ക് ഫ്രഞ്ച് റവല്യൂഷൻ, റഷ്യൻ റവല്യൂഷൻ, ഇങ്ങനെയൊക്കെയുള്ള റവല്യൂഷനുകൾ സൂചിപ്പിക്കാൻ സാധിക്കുന്നതായിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ, ഡിഫൈൻ അതോറിറ്റി. 16ാമത്തെ ക്വസ്റ്റ്യൻ, അതോറിറ്റി മീൻസ് ലെജിറ്റിമേറ്റ് പവർ. എപ്പോഴാണ് പവർ നിയമവിധേയമാകുന്നത്, അല്ലെ നിയമവിധേയമായിട്ടുള്ള പവറാണ് അതോറിറ്റി. ഉദാഹരണം നിങ്ങൾക്ക് പറയാൻ പറ്റും, പോലീസ്, കോടതിയോ. നെക്സ്റ്റ് 17, എക്കോളജി. എക്കോളജി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇറ്റ് ഈസ് എ സ്റ്റഡി ഓഫ് എൻവയോൺമെന്റ്. എൻവയോൺമെന്റ് എന്ന് പറഞ്ഞാൽ ഇമ്മീഡിയറ്റ് സറൗണ്ടിങ് ഓഫ് അസ്, നമ്മളുടെ ഏറ്റവും അടുത്തുള്ള ചുറ്റുപാടാണ് എൻവയോൺമെന്റ്. അപ്പോൾ എൻവയോൺമെന്റിനെ കുറിച്ചുള്ള പഠനമാണ് എക്കോളജി. അപ്പോൾ അതിൽ ജീവജാലങ്ങളെല്ലാം തന്നെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ജീവജാലങ്ങളോടൊപ്പം തന്നെ നമ്മളുടെ എൻവയോൺമെന്റിലുള്ള ലിവിങ്ങും നോൺ ലിവിങ്ങുമായിട്ടുള്ള എല്ലാ, അതായത് ഓർഗാനിക്കും ഇനോർഗാനിക്കും ആയിട്ടുള്ള എല്ലാ തിങ്സും അതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ ഇപ്രകാരം എൻവയോൺമെന്റിനെ എങ്ങനെയൊക്കെ, അല്ലെ എൻവയോൺമെന്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങൾ, പ്രോബ്ലംസ്, അവയുടെ പരിഹാര മാർഗങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഇതിനകത്ത് പഠിക്കുന്നത്. 18ാമത്തെ ക്വസ്റ്റ്യൻ, ക്ലാസ് സ്ട്രഗിൾ. Class struggle is a concept by Karl Marx. According to Karl Marx, in society there are 2 classes like capitalists and workers, and capitalists and workers are continuously in struggle with each other. അപ്പോൾ ഈ ക്യാപിറ്റലിസ്റ്റും വർക്കേഴ്സും, മുതലാളിമാരും തൊഴിലാളിമാരും എന്ന് പറയുന്ന ഈ വ്യത്യസ്തങ്ങളായ ക്ലാസ്സുകൾ നിരന്തരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്ട്രഗിൾ ചെയ്യുകയാണ്, അല്ലെ എപ്പോഴും ഇവർ തമ്മിൽ ഒരു സ്ട്രഗിൾ നിലനിൽക്കുന്നു. അത് പഴയകാലം അല്ലെങ്കിൽ പണ്ട് മുതൽ ആരംഭിച്ച സ്ട്രഗിൾ ഇപ്പോഴും തുടരുന്നു എന്നാണ് കാൾ മാർക്സ് ക്ലാസ് സ്ട്രഗിളിൽ കൂടെ പറയുന്നത്. 19ാമത്തെ ക്വസ്റ്റ്യൻ, വെൽഫെയർ സ്റ്റേറ്റ്. വെൽഫെയർ സ്റ്റേറ്റ് എന്ന് പറയുന്ന AR ദേശായിയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റാണ്. അദ്ദേഹത്തിൻ്റെ കൺസെപ്റ്റ് അനുസരിച്ച് ഒരു സ്റ്റേറ്റ് വെൽഫെയർ സ്റ്റേറ്റ് ആവണമെങ്കിൽ, ക്ഷേമരാഷ്ട്രം ആകണമെങ്കിൽ, ഒന്നാമത്തെ കണ്ടീഷൻ ഇറ്റ് ഷുഡ് ബി എ പോസിറ്റീവ് സ്റ്റേറ്റ്, അല്ലെങ്കിൽ ക്രിയാത്മക രാഷ്ട്രമായിരിക്കണം. അവിടെ ഗവൺമെൻറ്റിൻ്റെ വ്യക്തമായ ഇടപെടലുണ്ടായിരിക്കണം. ഒരു ലേസി ഫെയർ പ്രിൻസിപ്പിളിനനുസരിച്ചുള്ളതായിരിക്കരുത്. ഗവൺമെൻറ് നിരന്തരമായി ഇടപെടുന്ന ഒരു രാഷ്ട്രമായിരിക്കണം. 2, ഇറ്റ് ഷുഡ് ബി ഡെമോക്രാറ്റിക് കൺട്രി, അവിടെ ജനാധിപത്യം ഉണ്ടായിരിക്കണം. 3, ദർ ഷുഡ് ബി മിക്സഡ് എക്കോണമി, അവിടെ മിക്സഡ് എക്കോണമി ആയിരിക്കണം, അതായത് പബ്ലിക് സെക്ടറും പ്രൈവറ്റ് സെക്ടറും ഉണ്ടായിരിക്കണം. ഇത്രയും കാര്യങ്ങളാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ 20 തൊട്ട് 25 വരെ 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. 20ാമത്തെ ക്വസ്റ്റ്യൻ, സ്റ്റാറ്റസ് സെറ്റ്. സ്റ്റാറ്റസ് സെറ്റ് എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിക്ക് സാമൂഹ്യ ജീവിതത്തിൻ്റെ ഭാഗമായി ഒന്നിൽ കൂടുതൽ സ്റ്റാറ്റസുകൾ ഉണ്ടാവാം, ഒരേ സമയം ഒന്നിൽ കൂടുതൽ സ്റ്റാറ്റസുകൾ ഉണ്ടാവാം. അതിനെയാണ് സ്റ്റാറ്റസ് സെറ്റ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഉദാഹരണം പറയാൻ പറ്റും. നിങ്ങൾ ഒരേ സമയം നിങ്ങൾ വിദ്യാർത്ഥിയാണ്, ഒരു മകനാണ്, അല്ലെങ്കിൽ കൊച്ചുമകനാണ്, ഒരു സഹോദരനാണ്, സഹോദരിയാണ്. സോ മെനി എക്സാമ്പിൾ നിങ്ങൾക്ക് പറയാൻ പറ്റും. സ്റ്റാറ്റസ് മീൻസ് ഇറ്റ് ഈസ് എ പൊസിഷൻ ഓഫ് ആൻ ഇൻഡിവിജ്വൽ ഇൻ ദി സൊസൈറ്റി. ഒരു വ്യക്തിക്ക് സമൂഹത്തിലുള്ള സ്ഥാനമാണ് സ്റ്റാറ്റസ്. അടുത്ത ക്വസ്റ്റ്യൻ 21,
3 ഫീച്ചേഴ്സ് ഓഫ് മോഡേൺ സ്റ്റേറ്റ്. മോഡേൺ സ്റ്റേറ്റിൻ്റെ 3 പ്രത്യേകതകൾ. ഒന്ന് സോവേറിനിറ്റി, അതായത് സർവാധികാരം. സിറ്റിസൺഷിപ്പ്, പൗരത്വം. 3 നാഷണലിസം അഥവാ ദേശീയത. നെക്സ്റ്റ്, ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ സബ്ജക്റ്റിവിറ്റി ആൻഡ് ഒബ്ജക്റ്റിവിറ്റി ഇൻ സോഷ്യോളജി. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. സോഷ്യോളജിയിൽ നാം ഉൾപ്പെടുന്ന ഒരു സമൂഹത്തെക്കുറിച്ചുള്ള പഠനമാവുന്നതുകൊണ്ട് തന്നെ നമ്മളും അതിലെ ഒരു പഠന വിഷയമാവുന്നതുകൊണ്ട് തന്നെ സബ്ജക്റ്റിവിറ്റി വരാനുള്ള സാധ്യതയുണ്ട്. സബ്ജക്റ്റിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു കാര്യത്തെ നോക്കിക്കാണുമ്പോൾ നമ്മളുടെ കണ്ണിൽ കൂടെ നോക്കിക്കാണുകയും നമ്മളുടേതായിട്ടുള്ള താല്പര്യങ്ങളിൽ കൂടെ ആ കാര്യത്തെ മനസ്സിലാക്കുകയും ചെയ്യുന്നതാണ് സബ്ജക്റ്റിവിറ്റി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഒബ്ജക്റ്റിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യം അല്ലെങ്കിൽ ഒരു സംഭവം അല്ലെങ്കിൽ ഒരു പ്രോസസ്സ് അത് എന്താണ് എന്ന് നമ്മൾ വസ്തുനിഷ്ഠമായി, അതിൽ വ്യക്തിപരമായ താല്പര്യങ്ങളൊന്നും കടന്നു വരാതെ വളരെ വസ്തുനിഷ്ഠമായി വിലയിരുത്തുന്നതിനെയാണ് ഒബ്ജക്റ്റിവിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ സബ്ജക്റ്റിവിറ്റിയിൽ വ്യക്തിപരമായ താല്പര്യങ്ങളും നമ്മളുടെ ഇൻട്രസ്റ്റും നമ്മുടെ ബയാസും ഒക്കെ അതിൽ കടന്നു വരാനുള്ള സാധ്യതയുണ്ട്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മൾ ഒരു കളർ ഗ്ലാസ്സിൽ കൂടെ നമ്മൾ ചുറ്റുപാടും നോക്കുന്നതും അതേസമയം കളറൊന്നുമില്ലാത്ത ഗ്ലാസ്സിൽ കൂടെ ചുറ്റുപാടിനെ നിരീക്ഷിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം പോലെ തന്നെയാണ് ഇവിടെ. അടുത്തത് 23, കോൺഫ്ലിക്റ്റ് ആൻഡ് കോപ്പറേഷൻ. കോപ്പറേഷൻ മീൻസ് വർക്കിംഗ് ടുഗദർ ഫോർ എ കോമൺ ഗോൾ. പൊതു ലക്ഷ്യം നേടിയെടുക്കുന്നതിന് വേണ്ടി ഒന്നിച്ചുള്ള പ്രവർത്തനമാണ് കോപ്പറേഷൻ. അതേസമയം കോൺഫ്ലിക്റ്റ് എന്ന് പറഞ്ഞാൽ കൂടെ മത്സരിക്കുന്നവരെ ക്ഷീണിപ്പിച്ചുകൊണ്ട് റിവാർഡ്സ് നേടിയെടുക്കുവാൻ വേണ്ടി നടത്തുന്ന ശ്രമങ്ങളെയാണ് കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത്. It's a process of attaining rewards by eliminating or weakening others who are in competition with us. കൂടെ മത്സരിക്കുന്നവരെ ക്ഷീണിപ്പിച്ചുകൊണ്ടോ ദുർബലപ്പെടുത്തിക്കൊണ്ടോ റിവാർഡ്സ് നേടിയെടുക്കുവാൻ വേണ്ടി നടത്തുന്ന പരിശ്രമങ്ങളാണ്. അപ്പോൾ കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്ന ഒരു പരിധിവരെ വയലന്റ് ഫോമാണ്. അതിനകത്തൊരു പേഴ്സണൽ കോമ്പറ്റീഷൻ തന്നെയാണ് ഉണ്ടാകുന്നത്. വ്യക്തിയെ അറിഞ്ഞുകൊണ്ടുള്ളൊരു കോമ്പറ്റീഷനാണ്. അത് ഡിസോസിയേറ്റീവ് സോഷ്യൽ പ്രോസസ്സാണ്. കോപ്പറേഷൻ എന്ന് പറയുന്ന അസോസിയേറ്റീവ് സോഷ്യൽ പ്രോസസ്സുമാണ്. 24 സോഷ്യൽ ചേഞ്ചിന്റെ റീസൺ. എൻവയോൺമെന്റൽ, ടെക്നോളജിക്കൽ തന്നിട്ടുണ്ട്. എക്കണോമിക് ആസ്പെക്ട്സ് എഴുതാൻ പറ്റും, കൾച്ചറൽ ആസ്പെക്ട്സ് എഴുതാൻ പറ്റും, എഡ്യൂക്കേഷൻ എഴുതാൻ പറ്റും, അതുപോലെ ബയോളജിക്കൽ ഫാക്ടേഴ്സ് എഴുതാൻ പറ്റും. ഇത് ബന്ധപ്പെട്ട ഇതുപോലെയുള്ള പോയിന്റുകൾ നമുക്കിവിടെ എഴുതുവാൻ സാധിക്കുന്നതാണ്. അടുത്ത ക്വസ്റ്റ്യൻ 25, ട്രാൻസിഷൻ പ്രിൻസിപ്പിൾസ് ഓഫ് ഇന്ത്യൻ ട്രഡീഷൻ. അതിന്റെ ആൻസർ ശ്രുതി, സ്മൃതി, അനുഭവം. അടുത്തത് 26 തൊട്ട് 32 വരെയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇവിടെ 4 മാർക്കാണ് കിട്ടുക. 26ാമത്തെ ക്വസ്റ്റ്യൻ, മെറ്റീരിയൽ ഇഷ്യൂസ് ഇൻ ദി ഒറിജിൻ ഓഫ് സോഷ്യോളജി. സോഷ്യോളജിയുടെ ഉത്ഭവത്തിലേക്ക് നയിച്ച മെറ്റീരിയൽ ഇഷ്യൂസ്. നിങ്ങൾക്കറിയാം, അത് പ്രധാനപ്പെട്ട ടിൻ റവല്യൂഷനാണ്. ടിൻ റവല്യൂഷൻ എന്ന് പറഞ്ഞാൽ 2 റവല്യൂഷനാണ് വരുന്ന, ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ആൻഡ് ഫ്രഞ്ച് റവല്യൂഷൻ. അതുപോലെ തന്നെ സയൻസ് ആൻഡ് ടെക്നോളജി, അതിനോടൊപ്പം തന്നെ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ്റെ ഭാഗമായിട്ടുള്ള അർബണൈസേഷൻ, ക്യാപിറ്റലൈസേഷൻ. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്കിവിടെ ആൻസർ ആയിട്ട് എഴുതാവുന്നതാണ്. അടുത്തത് 27, അഫിനൈൽ കിൻഷിപ്പ് ആൻഡ് കോൺസാഗിനസ് കിൻഷിപ്പ്. കിൻഷിപ്പ് മീൻസ് പീപ്പിൾ ഹു ആർ റിലേറ്റഡ് ത്രൂ ബ്ലഡ് റിലേഷൻ ആൻഡ് മാരിറ്റൽ റിലേഷൻ, അല്ലേ? അവിടെ അഫിനൈൽ കിൻഷിപ്പ് എന്ന് പറഞ്ഞാൽ മാരിറ്റൽ റിലേഷൻ കൊണ്ട് കിൻസ് ആയിട്ടുള്ളത്, വിവാഹബന്ധം മൂലം കിൻസ് ആയിട്ടുള്ള അല്ല ബന്ധുക്കളായിട്ടുള്ള ആൾക്കാരുടെ കൂട്ടമാണ് അഫിനൈൽ കിൻഷിപ്പ്. കോൺസാഗിനസ് കിൻഷിപ്പ് മീൻസ് പീപ്പിൾ റിലേറ്റഡ് ത്രൂ ബ്ലഡ് റിലേഷൻ. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ 28ാമത്തെ ക്വസ്റ്റ്യൻ, കൾച്ചറൽ ലാഗ്, അതുപോലെ സബ് കൾച്ചർ. കൾച്ചറൽ ലാഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, മെറ്റീരിയൽ കൾച്ചറും നോൺ മെറ്റീരിയൽ കൾച്ചറും. മെറ്റീരിയൽ കൾച്ചർ ചേഞ്ചസ് ഫാസ്റ്റർ ദാൻ നോൺ മെറ്റീരിയൽ കൾച്ചർ. സോ ദർ ഈസ് എ ഗ്യാപ്പ് ഓർ ലാഗ് ബിറ്റ്വീൻ ദീസ് ടു. അപ്പോൾ മെറ്റീരിയൽ കൾച്ചർ നോൺ മെറ്റീരിയൽ കൾച്ചറിനെ അപേക്ഷിച്ച് വേഗത്തിൽ മാറ്റങ്ങൾക്ക് വിധേയമാകുന്നതുകൊണ്ട് ഇവയ്ക്കിടയിൽ ഒരു ഗ്യാപ്പ് അല്ലെ ലാഗ് ഉണ്ടാകുന്നതിനെയാണ് കൾച്ചറൽ ലാഗ് എന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മൾ ഉദാഹരണം പറയുന്നത് നല്ലതായിരിക്കും. നമ്മൾ മറ്റൊരു ദേശത്ത് ചെന്ന് കഴിഞ്ഞാൽ അവരുടെ മെറ്റീരിയൽസ്, അവരുടെ ടെക്നോളജി, അവരുടെ വാഹനങ്ങളും ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും ഒക്കെ വാങ്ങി പെട്ടെന്ന് നമ്മൾ ഉപയോഗിക്കാൻ താല്പര്യം കാണിച്ചെങ്കിലും അവരുടെ ആശയങ്ങളും അവരുടെ സംസ്കാരവും അവരുടെ വിശ്വാസങ്ങളും അവരുടെ മൂല്യങ്ങളും അല്ലെ അവരുടെ മതവും ഒന്നും പെട്ടെന്ന് നമ്മൾ ഉൾക്കൊണ്ടെന്ന് വരത്തില്ല, അല്ലേ? അടുത്തത് സബ് കൾച്ചർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ സബ് ഡിവിഷൻസ് ഇൻ എ കൾച്ചർ. ഒരു കൾച്ചറിൽ തന്നെ ചെറിയ ചെറിയ ഉപ ഡിവിഷനുകൾ ഉണ്ടാവും, അതിനെയാണ് സബ് കൾച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് മലയാളി കൾച്ചർ എന്ന് പറയുന്നതിനകത്ത് തന്നെ കേരളത്തിൻ്റെ ദക്ഷിണ ഭാഗത്ത്, അതുപോലെ മധ്യഭാഗത്ത്, അതുപോലെ തന്നെ വടക്കൻ ഭാഗത്ത് ഒക്കെയുള്ള കൾച്ചറുകൾ ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ ഇതിനെയാണ് സബ് കൾച്ചർ എന്ന് പറയുന്നത്. അപ്പം സബ് കൾച്ചർ എന്ന് പറഞ്ഞാൽ
ഒരു കൾച്ചറൽ ഗ്രൂപ്പിലുള്ള എല്ലാവരുടെയും കൾച്ചർ ചിലപ്പോൾ ഒരുപോലെ ആയിരിക്കണമെന്നില്ല. അതിൽ തന്നെ ചില സബ് ഡിവിഷനുകൾ ഉണ്ടാവാം. ഈ വ്യത്യാസത്തിന്റെ അടിസ്ഥാനത്തിൽ ആ കൾച്ചറിനകത്ത് തന്നെ, ആ മെയിൻ കൾച്ചറിനകത്ത് തന്നെ ചില സബ് ഗ്രൂപ്പുകൾ ഉണ്ടാവാം. ഇങ്ങനെയുള്ള ഒരു കൾച്ചറിനകത്ത് തന്നെയുള്ള ചെറിയ ചെറിയ ഡിവിഷനുകളെയാണ് സബ് കൾച്ചർ എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. 29 സോഷ്യൽ റിസർച്ച്. റിസർച്ച് മീൻസ് സെർച്ച് ഫോർ നോളജ്. സോഷ്യൽ റിസർച്ച് മീൻസ് സെർച്ച് ഫോർ അൺഎക്സ്പ്ലെയിൻഡ്. It is a search for unexplained social facts or modifying existing social facts. അപ്പോൾ അവിടെ റിസർച്ചിൻ്റെ സ്റ്റെപ്പുകളൊന്ന് അത്യാവശ്യം എഴുതുന്ന നല്ലതായിരിക്കും. ഡിഫൈനിങ് ദി പ്രോബ്ലം, റിസർച്ച് ഡിസൈൻ, പൈലറ്റ് സ്റ്റഡി, പ്രീ ടെസ്റ്റ്, അതുപോലെ തന്നെ ഡാറ്റ കളക്ഷൻ, അങ്ങനെയുള്ള ആ സ്റ്റെപ്പുകളൊന്ന് എഴുതുന്നത് നല്ലതായിരിക്കും. അടുത്തത് 30ാമത്തെ ക്വസ്റ്റ്യൻ, മെക്കാനിക്കൽ സോൾഡാരിറ്റി ആൻഡ് ഓർഗാനിക് സോൾഡാരിറ്റി. മെക്കാനിക്കൽ സോൾഡാരിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ സോൾഡാരിറ്റി found in ancient societies and it is based on similarities and resemblances. അതുപോലെ തന്നെ ഇവിടെ ഡിവിഷൻ ലേബർ വളരെ കുറവായിരിക്കും, അതുകൊണ്ട് തന്നെ സ്പെഷ്യലൈസേഷനും കുറവായിരിക്കും. ആൾക്കാർ ഹോമോജീനിയസ് ആയിരിക്കും, വോളണ്ടിയർ കോപ്പറേഷൻ ആയിരിക്കും, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളായിരിക്കും. അതേസമയം ഓർഗാനിക് സോൾഡാരിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഫൗണ്ട് ഇൻ മോഡേൺ സൊസൈറ്റി, ഇൻഡസ്ട്രിയൽ സൊസൈറ്റി. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ഡിഫറൻസസ് ആൻഡ് ഡിസിമിലാരിറ്റീസ്. ഇവിടെ ആൾക്കാർ അല്ലെ അവരുടെ ഒരു മെൻ്റൽ ഔട്ട്ലുക്ക് എന്ന് പറയുന്നത് ഹെട്രോജീനിറ്റി ആയിരിക്കും. അതുപോലെ തന്നെ ഇവിടെ ഡിവിഷൻ ലേബറും ഹൈ ആയിരിക്കും, സ്പെഷ്യലൈസേഷനും ഹൈ ആയിരിക്കും. മെക്കാനിക്കൽ സോൾഡാരിറ്റിയിൽ നമുക്ക് പറയാം ഡിവിഷൻ ലേബർ എന്ന് പറഞ്ഞാൽ ഏജിൻ്റെയും സെക്സിൻ്റെയും അടിസ്ഥാനത്തിലുള്ള വളരെ നോമിനൽ ആയിട്ടുള്ള ഡിവിഷൻ ലേബറാണ് ഉള്ളത്. 31 ഗേറ്റഡ് കമ്മ്യൂണിറ്റി ആൻഡ് ജെൻട്രിഫിക്കേഷൻ. ഗേറ്റഡ് കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ അർബൺ ഏരിയകളിലൊക്കെ കാണുന്ന പോലെ തന്നെ വീടുകൾ, ഹൗസസ് സെപ്പറേറ്റഡ് ബൈ ഗേറ്റ് ആൻഡ് വാൾസ് ഫ്രം നെയ്ബർഹുഡ്. അയൽപക്കവുമായി ഗേറ്റും മതിലും വെച്ച് വേർതിരിക്കപ്പെട്ടിട്ടുള്ള അല്ലെ സെപ്പറേറ്റ് ചെയ്ത രീതിയിൽ കാണപ്പെടുന്ന വീടുകളെ അല്ലെ അങ്ങനെ ഉള്ള ഒരു താമസ രീതിയെയാണ് ഗേറ്റഡ് കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. അവിടെ അയൽവക്ക കോണ്ടാക്റ്റുകളൊക്കെ കുറവായിരിക്കും. ജെൻട്രിഫിക്കേഷൻ എന്ന് പറഞ്ഞു താഴ്ന്ന വർഗത്തിൽപ്പെട്ട ഒരു സമൂഹം മധ്യവർഗമായോ ഉപരിവർഗമായോ, അതായത് മിഡിൽ ക്ലാസ് ആയോ അപ്പർ ക്ലാസ് ആയോ പരിവർത്തനം ചെയ്യപ്പെടുന്നതിനെയാണ് ജെൻട്രിഫിക്കേഷൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇവിടെ ഒരു പരിവർത്തനം തന്നെ ആവണമെന്നില്ല. ചില കേസിലൊക്കെ ഈ ഒരു പ്രദേശത്തേക്ക്, താഴ്ന്ന വർഗത്തിൽപ്പെടുന്ന ആൾക്കാർ താമസിക്കുന്ന പ്രദേശത്തേക്ക് ഇപ്രകാരമുള്ള മധ്യ ഉപരിവർഗത്തിൽപ്പെടുന്ന ആൾക്കാർ വന്ന് ചേർന്നാലും അത് ജെൻട്രിഫിക്കേഷൻ തന്നെയാണ്. അപ്പോൾ അതിനൊരു എക്സാമ്പിളായിട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റും, നിങ്ങളുടെയൊക്കെ പ്രദേശത്ത് അല്ലെ നമ്മളുടെ പ്രദേശത്ത് ഒരു പുതിയ ഒരു ആശുപത്രിയോ ഒരു ഫാക്ടറിയോ ഒക്കെ പ്രവർത്തനം തുടങ്ങുമ്പോൾ ആ ഭാഗത്തുള്ളവർ അവരുടെ സാമ്പത്തികാവസ്ഥ മെച്ചപ്പെട്ടവർ അപ്പർ ക്ലാസ്സിലേക്ക് പരിവർത്തനം ചെയ്യപ്പെടുന്ന എക്സാമ്പിളായിട്ട് നിങ്ങൾക്ക് പറയാം. നെക്സ്റ്റ് ഫോർ എൻവയോൺമെൻറ്റൽ പ്രോബ്ലംസ്. അപ്പോൾ അത് ധാരാളം നിങ്ങൾക്ക് പ്രശ്നങ്ങൾ പറയാൻ പറ്റും. അതിൽ റെലവൻ്റ് ആയിട്ടുള്ള പോയിന്റുകൾ ആഡ് ചെയ്യണം. അതായത് നമ്മളുടെ വേസ്റ്റ്, അതുപോലെ തന്നെ പ്ലാസ്റ്റിക് പൊല്യൂഷന്, ഇൻഡസ്ട്രിയൽ പൊല്യൂഷന്, അതുപോലെ തന്നെ നമുക്ക് അടുത്ത കാലത്ത് നമ്മൾ ഫേസ് ചെയ്ത ഡൽഹിയിലെ ഫോഗ് ഫോം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ പോയിന്റുകൾ ആഡ് ചെയ്യുക. 4 പോയിന്റുകൾ എക്സ്പ്ലെയിൻ ചെയ്യുക, അല്ലെങ്കിൽ ഒരു 8 പോയിന്റുകൾ ലിസ്റ്റ് ചെയ്യുക. അടുത്തത് 33 മുതൽ ഉള്ള 38 വരെയുള്ള ക്വസ്റ്റ്യൻസ് 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. അതിൽ ആദ്യത്തേത് കോമൺ സെൻസ് നോളജ് എബൌട്ട് അൺഎംപ്ലോയ്മെൻറ്റ് 33. ഒരു സോഷ്യോളജി സ്റ്റുഡൻറ്റ് എന്ന നിലയിൽ അൺഎംപ്ലോയ്മെൻറ്റിനെ കുറിച്ചുള്ള അതിൻ്റെ റീസൺസ് പറയാനാണ്. അപ്പോൾ ആദ്യം അൺഎംപ്ലോയ്മെൻറ്റ് എന്താണെന്ന് പറയണം. അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ജോലി ചെയ്യാനുള്ള കഴിവും യോഗ്യതയും പ്രാപ്തിയും ഉണ്ടായിട്ടും ജോലി അന്വേഷിച്ചിട്ടും ജോലി കിട്ടാത്ത അവസ്ഥയാണ് അൺഎംപ്ലോയ്മെൻറ്റ്. അപ്പോൾ പറ്റുമെങ്കിൽ അത് ഏതെല്ലാം ടൈപ്പ് ഉണ്ടെന്ന് ജസ്റ്റ് ഒന്ന് ലിസ്റ്റ് ചെയ്യുക. അതിനുശേഷം എന്താണ് അൺഎംപ്ലോയ്മെൻറ്റിൻ്റെ കാരണങ്ങൾ. അപ്പോൾ അത് നിങ്ങൾ 5 മാർക്കിൻ്റെയാണ്, ഡീറ്റെയിൽ ആയിട്ട് തന്നെ എഴുതുക. അപ്പോൾ നമുക്ക് പ്രധാന പോയിന്റുകളായിട്ട് വേണമെങ്കിൽ പറയാം. നമ്മളുടെ ഒരു സൊസൈറ്റിയെ സംബന്ധിച്ച് വൈറ്റ് കോളർ ജോബ് തേടി പോകുന്നത്, അതുപോലെ തന്നെ ചില ജോലികളൊക്കെ സൊസൈറ്റിയിലെ മോശം സ്റ്റാറ്റസ് ആയിട്ട് കരുതുന്നത്, വർക്ക് ചെയ്യുന്നതിനൊരു സാമൂഹ്യ അംഗീകാരം പലപ്പോഴും കിട്ടാതെ വരുന്നത്, അതായത് പണിയെടുക്കാതെ എങ്ങനെ പൈസ സമ്പാദിക്കുക എന്ന ഒരു ചിന്താഗതി പലപ്പോഴും സമൂഹത്തിൽ കാണുന്നത്. ഒരു പരിധിവരെ നമ്മളുടെ മീഡിയയൊക്കെ ഇതിന് കാരണമാകുന്നുണ്ട്. മീഡിയയിൽ കൂടെയൊക്കെ പലപ്പോഴും കുട്ടികൾക്ക് കിട്ടുന്ന സന്ദേശം എങ്ങനെ ചുരുങ്ങിയ പ്രയത്നം കൊണ്ട് ധനം സമ്പാദിക്കാം, എങ്ങനെ സോഷ്യൽ സ്റ്റാറ്റസ് ഉള്ള ജോലികൾ മാത്രം ചെയ്ത് ധനം സമ്പാദിക്കാം. അതേസമയം അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മളുടെ പല
പൊതു പരിപാടികൾക്കും ഫിലിം സ്റ്റാറിനെയും അതുപോലെ തന്നെ രാഷ്ട്രീയക്കാരെയും അങ്ങനെ സമൂഹത്തിൽ ഉയർന്ന സ്റ്റാറ്റസ് ഉള്ളവരെ മാത്രം അല്ലെങ്കിൽ അവരെ പങ്കെടുപ്പിച്ച് അല്ലെ അവരെ കൊണ്ട് പല സോഷ്യൽ ഫംഗ്ഷനുകളും നടത്തുന്നത്? എന്തുകൊണ്ട് നമ്മുടെ സമൂഹത്തിൽ കർഷകരെയും അല്ലെങ്കിൽ പട്ടാളക്കാരനെയും ആ ഒരു രീതി രാജ്യം രക്ഷിക്കുന്ന നമ്മുടെ മഹത്വമായ മുദ്രാവാക്യമുള്ള ജയ് ജവാൻ ജയ് കിസാൻ പറയുന്ന പോലെ തന്നെ രാജ്യത്തിൻ്റെ സംരക്ഷകരായിട്ടുള്ള കർഷകരെയും അതുപോലെ തന്നെ ജവാനെയും പങ്കെടുപ്പിച്ചുകൊണ്ട് എന്തുകൊണ്ട് ഇത്തരം ചടങ്ങുകൾ നടത്തിക്കൂടുക? അപ്പോൾ പലപ്പോഴും നമ്മുടെ മീഡിയയിൽ കൂടെ കിട്ടുന്ന മെസ്സേജുകൾ ഈ ഒരു രീതിയിലുള്ളതല്ല. അതേസമയം ഈ ഒരു രീതിയിൽ കൂടെ കിസാനും കർഷകനും പട്ടാളക്കാരനും ഒക്കെ അംഗീകാരം കൊടുക്കുന്ന ഒരു മെസ്സേജ് നമ്മുടെ കുട്ടികൾക്ക് മീഡിയയിൽ കൂടെ കിട്ടുകയാണെങ്കിൽ അവർ ഏതു ജോലി ചെയ്യാനും തയ്യാറാകും. അതേസമയം പലപ്പോഴും നമ്മുടെ മീഡിയയിൽ കൂടെയും അതുപോലെ തന്നെ നമ്മുടെ സൊസൈറ്റിയിൽ കൂടെയും കിട്ടുന്ന ഒരു സന്ദേശം എന്ന് പറഞ്ഞാൽ സൊസൈറ്റിയിലെ ഉയർന്ന പദവിയുള്ള സെലിബ്രിറ്റികൾക്കും അതുപോലെ തന്നെ പൊളിറ്റീഷ്യൻസിനും ഒക്കെ മാത്രമേ അംഗീകാരം കിട്ടുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ആ ഒരു കാഴ്ചപ്പാടാണ് ഒരു പരിധിവരെ കുട്ടികളെ തൊഴിലില്ലായ്മയിലേക്കും അല്ലെ യുവജനങ്ങളെ ഏതു ജോലി ചെയ്യാനും അല്ലെങ്കിൽ കാർഷിക വൃത്തി രാജ്യത്തിൻ്റെ സംരക്ഷണം അടക്കമുള്ള തൊഴിൽ മേഖലയിലേക്ക് പോകാൻ നിരുത്സാഹപ്പെടുത്തുകയും കുറഞ്ഞ ചെലവിൽ അല്ലെ ചുരുങ്ങിയ സമയം കൊണ്ട് എങ്ങനെ പണം സമ്പാദിക്കാം, പ്രശസ്തി നേടാം എന്നൊക്കെ ചിന്തിപ്പിക്കാനും ഇടയാക്കുന്നത്. ഞാൻ ഈ ഒരു അവസരത്തിൽ ഇതൊന്ന് പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട നമ്മൾ മുമ്പ് പറഞ്ഞ പോയിന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആൻസർ എഴുതാൻ ശ്രമിക്കുക. 3 ഫോംസ് ഓഫ് എഡ്യൂക്കേഷനാണ്. അവിടെ എഡ്യൂക്കേഷൻ എന്താണെന്ന് പറയണം, അടുത്തതായിട്ട് എഡ്യൂക്കേഷൻ എക്സ്പ്ലെയിൻ ചെയ്യണം, എഡ്യൂക്കേഷൻ്റെ എക്സ്പ്ലനേഷൻ വ്യക്തമായുള്ള എഡ്യൂക്കേഷനെ കുറിച്ചുള്ള എക്സ്പ്ലനേഷനും അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ്റെ ഫോംസും ഒക്കെ വ്യക്തമായിട്ടുള്ള നമ്മുടെ വീഡിയോ സെഷനുകളിൽ ഫോക്കസ് ഏരിയയുടെ അടക്കമുള്ള വീഡിയോ സെഷനുകളിൽ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കത് റെഫർ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. 3 തരം എഡ്യൂക്കേഷൻ ആണുള്ളത്: ഫോർമൽ, ഇൻഫോർമൽ, നോൺ ഫോർമൽ. ഫോർമൽ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഫോർമാലിറ്റിയിൽ അധിഷ്ഠിതമായിട്ടുള്ള അതിന് കുറേ പ്രത്യേകതകളുണ്ട്. നമ്മളത് ഇവിടെ പറഞ്ഞാൽ തീരത്തില്ല. അപ്പോൾ ആ ഫോർമൽ എഡ്യൂക്കേഷൻ്റെ പ്രത്യേകതകൾ നിങ്ങൾ ആ വീഡിയോ സെഷൻ ശ്രദ്ധിക്കുക. ഉദാഹരണമായിട്ട് സ്കൂൾ, കോളേജ്. അതുപോലെ തന്നെ ഇൻഫോർമൽ എന്ന് പറയുന്നത് നമ്മൾ സൊസൈറ്റി, ഫാമിലിയിൽ നിന്ന് ലേൺ ചെയ്യുന്നതാണ്. അതിൻ്റേതായിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. നോൺ ഫോർമൽ എന്ന് പറയുന്നത് ഓപ്പൺ സ്കൂൾ അതുപോലെ തന്നെ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനൊക്കെയാണ്. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കി എഴുതുക. അടുത്ത 35 സർവേ മെത്തേഡ്. എന്താണ് സർവേ മെത്തേഡ്? സർവേ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സോഷ്യൽ റിസർച്ചിൻ്റെ ഭാഗമായിട്ടുള്ളൊരു മെത്തേഡാണ്. സൊസൈറ്റിയിലെ നമ്മളുടെ പോപ്പുലേഷൻ, ഇവിടെ പോപ്പുലേഷൻ എന്താണെന്ന് സൂചിപ്പിക്കുക, മുഴുവൻ പോപ്പുലേഷനിൽ നിന്നും ഡേറ്റ കളക്ട് ചെയ്യുന്നതിനെയാണ് സർവേ മെത്തേഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരുപക്ഷെ നമ്മൾ ക്വസ്റ്റനെയർ ആയിരിക്കും കൊടുക്കുന്ന, അല്ല ഇൻ്റർവ്യൂ മെത്തേഡിൽ കൂടെ ആയിരിക്കും. എന്തായാലും നമ്മളുടെ ഐറ്റംസ് അണ്ടർ സ്റ്റഡി, ഓൾ ഐറ്റംസ് അണ്ടർ അവർ സ്റ്റഡി, അതായത് പോപ്പുലേഷനെ പൂർണ്ണമായും നമ്മൾ പഠന വിധേയമാക്കിയാണ് ചെയ്യുന്നത്. സർവേ വേണമെങ്കിൽ നമുക്ക് സാമ്പിൾ സർവേ നടത്തി സാമ്പിൾ എടുത്ത് വേണേ സർവേ നടത്തി പോകാം. ഇപ്രകാരം സർവേയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പോയിന്റുകളെല്ലാം എഴുതണം. അടുത്തത് ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് ക്യാപിറ്റലിസം. ക്യാപിറ്റലിസത്തിൻ്റെ ബേസിക് ആയിട്ടുള്ള പ്രിൻസിപ്പിൾസ്. എന്താണ് ക്യാപിറ്റലിസം എന്ന് എഴുതുക. ക്യാപിറ്റലിസത്തിലെ 2 ക്ലാസ്സുകൾ എഴുതുക. ക്യാപിറ്റലിസത്തിൻ്റെ ലക്ഷ്യങ്ങൾ, ഒന്ന് പ്രോഫിറ്റ് ഓറിയൻറ്റഡ് ആയിരിക്കും, അതുപോലെ തന്നെ അവിടെ എഫിഷ്യൻസിക്ക് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. മാക്സിമം പ്രൊഡക്ഷൻ ആയിരിക്കും ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ മിനിമം ടൈം അല്ലെങ്കിൽ മിനിമം സമയത്തിൽ അല്ലെ മിനിമം വർക്കേഴ്സിനെ വെച്ച് ഉള്ളൊരു പ്രൊഡക്ഷനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ രീതിയിൽ അവിടെ ക്യാപിറ്റലിസ്റ്റിൻ്റെ താല്പര്യങ്ങൾക്കാണ് പ്രാധാന്യം വരുന്നത്. അതുപോലെ തന്നെ ഗ്ലോബലൈസേഷനും മോഡേണൈസേഷനും ഒക്കെ സ്വാഗതം ചെയ്യുന്ന ഒരു കാഴ്ചപ്പാടായിരിക്കും ക്യാപിറ്റലിസത്തിൽ ഉണ്ടാവുന്നത്. പിന്നെ അതിൻ്റെ ഒരു നെഗറ്റീവ് വശങ്ങളും കൂടെ നിങ്ങൾക്ക് സൂചിപ്പിക്കാം. അല്ലെ വർക്കേഴ്സിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു സംവിധാനം ആയിരിക്കണമെന്നില്ല. വർക്കേഴ്സ് എഫേർട്സ് അല്ലെങ്കിൽ അവരുടെ വർക്കേഴ്സിന് വേണ്ടുന്ന സെക്യൂരിറ്റി ഉണ്ടാവത്തില്ല. അവരുടെ ജോലി ഭാരം കൂടുതലായിരിക്കും. മാന്യമായ അലവൻസുകൾ കിട്ടിയിട്ടുണ്ടാവണമെന്നില്ല. അവരുടെ ശമ്പളം തന്നെ കുറവായിരിക്കും. അവർക്ക് സെക്യൂരിറ്റി, ജോലി സുരക്ഷിതത്വം ഉണ്ടായിരിക്കത്തില്ല. അപ്പോൾ ഈ രീതിയിലുള്ള പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെല്ലാം ക്യാപിറ്റലിസ്റ്റിനും അല്ലെങ്കിൽ മുതലാളിമാർക്കും, നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഒരു പരിധിവരെ വർക്കേഴ്സിനുമാണ് ടിപ്പിക്കലായിട്ടുള്ളൊരു ക്യാപിറ്റലിസത്തിൽ കാണപ്പെടുന്നത്. പക്ഷേ ഇന്ന് ക്യാപിറ്റലിസത്തിന് കുറേയൊക്കെ മാറ്റങ്ങളുണ്ട്. അടുത്തത് 37 നേച്ചർ ആൻഡ് മാൻഡേറ്റ് എൻവയോൺമെൻറ്റൽ പ്രോബ്ലംസ്. അപ്പോൾ അവിടെ എൻവയോൺമെൻറ്റൽ പ്രോബ്ലംസിനെ കുറിച്ച് നിങ്ങൾ എഴുതുക. ഏതൊക്കെയാണ് എൻവയോൺമെൻറ്റൽ പ്രോബ്ലംസ്, അത് എങ്ങനെയൊക്കെ പരിഹരിക്കാൻ പറ്റും, ആ ഒരു രീതിയിലുള്ള ഉത്തരങ്ങളിലേക്ക് കടക്കാൻ. അപ്പോൾ നിങ്ങൾക്കറിയാം എൻവയോൺമെൻറ്റൽ പ്രോബ്ലംസ് 2 തരത്തിലുണ്ട്: മാൻമെയ്ഡ് എൻവയോൺമെൻറ്റൽ പ്രോബ്ലംസ് ആൻഡ് നാച്ചുറൽ എൻവയോൺമെൻറ്റൽ പ്രോബ്ലംസ്. അപ്പോൾ ഈ 2 കാറ്റഗറി തിരിച്ച് എൻവയോൺമെൻറ്റൽ പ്രോബ്ലംസ് എഴുതി അതിൻ്റെ കാരണങ്ങളും പരിഹാര മാർഗങ്ങളിലേക്കും കടക്കുന്നതായിരിക്കും നല്ലത്. നെക്സ്റ്റ് 5 ഫീച്ചേഴ്സ് ഓഫ് കാസ്റ്റ് സിസ്റ്റം. കാസ്റ്റിനെ കുറിച്ചുള്ള 5 ഫീച്ചേഴ്സ് അത് നമ്മൾ 2-3 പ്രാവശ്യം പഠിച്ചതാണ്. കാസ്റ്റ് ആസ് എ സെഗ്മെന്റൽ ഡിവിഷൻ, ഹയറാർക്കിക്കൽ ഡിവിഷൻ, കാസ്റ്റ് പഞ്ചായത്ത്,
കാസ്റ്റ്, ഒക്കുപ്പേഷൻ, എൻഡോഗമി, റെസ്ട്രിക്ഷൻസ് ആൻഡ് പ്രിവിലേജസ്. അത്യാവശ്യം ഈ പോയിന്റുകളൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതി പോവുക. അടുത്ത ക്വസ്റ്റ്യൻ 39, മാച്ച് ദ ഫോളോയിങ്. പിയർ ഗ്രൂപ്പ്. പിയർ ഗ്രൂപ്പ് ക്യാൻ ബി, പിയർ ഗ്രൂപ്പിന് കോമ്പിനേഷനായിട്ട് അഡോളസൻ ഗ്രൂപ്പ്, ഫാമിലിക്ക് കോമ്പിനേഷനായിട്ട് പ്രൈമറി ഗ്രൂപ്പ്, MN ശ്രീനിവാസ് സാൻസ്ക്രൈസേഷൻ, പിന്നെ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് കറക്റ്റ് ആൻസർ ആണ്. ഇൻഫോർമൽ സോഷ്യൽ കൺട്രോൾ ആണ്. ഇൻഫോർമൽ സോഷ്യൽ കൺട്രോൾ അല്ല വരേണ്ടത്, അവിടെ ഇൻഫോർമൽ സോഷ്യൽ കൺട്രോൾ ആണ്. ടീച്ചർ അച്ചീവ്ഡ് സ്റ്റാറ്റസ് ആണ്. സ്ലേവറിയുടെ ആൻസർ സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ എന്നാണ് കൊടുത്തിരിക്കുന്നത് ഇംഗ്ലീഷിലെങ്കിലും, മലയാളത്തിൽ സോഷ്യൽ കൺട്രോൾ എന്നാണ് കൊടുത്തിരിക്കുന്നത്. അവിടെ കറക്റ്റ് MN ശ്രീനിവാസിന്റെ നേരെ കൊടുത്തിരിക്കുന്ന സോഷ്യൽ സ്ട്രാറ്റിഫിക്കിന് പകരം അവിടെ സോഷ്യൽ കൺട്രോൾ ആണ് വരേണ്ടത്. മലയാളത്തിൽ കൊടുത്തിരിക്കുന്നതാണ് കറക്റ്റ്. അപ്പോൾ നിങ്ങൾ സോഷ്യൽ കൺട്രോളും തന്നെ എഴുതാൻ ശ്രമിക്കും. അപ്പോൾ പലപ്പോഴും ഇംഗ്ലീഷ് മലയാളം ക്വസ്റ്റ്യൻ ഉള്ളതുകൊണ്ട് നിങ്ങൾ സമയം കിട്ടുമ്പോൾ ഇംഗ്ലീഷും മലയാളവും ഒന്ന് കമ്പയർ ചെയ്യുക. ചില കേസിൽ ഏതിലെങ്കിലും ഒന്നിലൊരു മിസ്റ്റേക്ക് വന്ന് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ രണ്ടും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് ക്ലിയർ ആവുന്നതായിരിക്കും. 40ാമത്തെ ക്വസ്റ്റ്യൻ ഫോംസ് ഓഫ് മാരിയേജ്. ഫോംസ് ഓഫ് മാരിയേജ് നിങ്ങൾക്കറിയാം. മോണോഗമി, പോളിഗമി, അതുപോലെ തന്നെ മോണോഗമിയിൽ സീരിയൽ മോണോഗമി, പോളിഗമിയിൽ പോളിഗിനി ആൻഡ് പോളിയാൻട്രി. അപ്പോൾ ഇതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യണം. കൂടുതൽ മാർക്കുള്ള ക്വസ്റ്റ്യൻ ആണ്, വേണ്ടത്ര എക്സ്പ്ലെയിൻ ചെയ്യണം. അടുത്ത 39 മുതലുള്ള ക്വസ്റ്റ്യനുകൾക്ക് 6 മാർക്കാണ്. 41ാമത്തെ ക്വസ്റ്റ്യൻ എഥനോസെൻട്രിസിസം ആൻഡ് കോസ്മോപൊളിറ്റാനിസം. എഥനോസെൻട്രിസിസം എന്ന് പറഞ്ഞാൽ മറ്റ് കൾച്ചറുകളെ അല്ലെ മറ്റു ഗ്രൂപ്പുകളെ തങ്ങളുടെ കൾച്ചറിന്റെ അടിസ്ഥാനത്തിൽ നോക്കിക്കാണുന്നതിനെയാണ് എഥനോസെൻട്രിസിസം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ സ്വാഭാവികമായിട്ടും തങ്ങളുടെ കൾച്ചർ സുപ്പീരിയർ ആണെന്നും മറ്റുള്ളവയൊക്കെ ഇൻഫീരിയർ ആണെന്നും ഉള്ളൊരു കാഴ്ചപ്പാടിലായിരിക്കും നോക്കിക്കാണുന്ന ഒരു കമ്പാരിറ്റീവ് ആയിട്ടുള്ളൊരു വിലയിരുത്തലായിരിക്കും ഇവിടെ ഉണ്ടാവുന്നത്. വേണമെങ്കിൽ നമുക്ക് മുൻപ് കണ്ട പോലെ ഒരു സബ്ജക്റ്റീവ് ഇവാലുവേഷൻ ആയിട്ട് ഇതിനെ കണക്കാക്കാം. കോസ്മോപൊളിറ്റാനിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൻ്റെ കൾച്ചറിൽ കൂടെ അല്ലാതെ മറ്റ് കൾച്ചറുകളെ അവ എന്താണ് എന്ന് നോക്കി വിലയിരുത്തുകയാണ് ചെയ്യുന്നത്. അതായത് ഒരു ഒബ്ജക്റ്റീവ് ഇവാലുവേഷൻ ആണ്. അപ്പോൾ അതാണ് കോസ്മോപൊളിറ്റാനിസം. അപ്പോൾ അത്യാവശ്യം അതിനൊരു ഉദാഹരണം പറയുക. അടുത്ത 42, ഡിഫറൻസ് ബിറ്റ്വീൻ സ്ട്രക്ചേർഡ് ആൻഡ് അൺസ്ട്രക്ചേർഡ് ഇന്റർവ്യൂ. അപ്പോൾ സ്ട്രക്ചേർഡ് ഇന്റർവ്യൂ എന്ന് പറഞ്ഞാൽ പ്രീ പ്ലാൻഡ് ഇന്റർവ്യൂസ് ആയിരിക്കും, മുൻകൂട്ടി തയ്യാറാക്കിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉപയോഗിച്ചിട്ടുള്ള ഇന്റർവ്യൂ ആയിരിക്കും. അപ്പോൾ അവിടെ ക്വസ്റ്റ്യൻസ് പ്രിപ്പയർഡ് ആയിരിക്കും, അതിൻ്റെ ഓർഡർ സ്പെസിഫിക് ആയിരിക്കും, ആ പറയുന്ന ഓർഡറിൽ തന്നെ ആയിരിക്കും. അപ്പോൾ ആ ഓർഡറിന് യാതൊരു മാറ്റവും വരുത്താനുള്ള സാധ്യതയില്ല. അതേസമയം അൺസ്ട്രക്ചേർഡ് എന്ന് പറഞ്ഞാൽ അവിടെ ക്വസ്റ്റ്യൻസ് പ്രിപ്പയർഡ് ആയിരിക്കത്തില്ല, അതിന് പ്രത്യേക ഓർഡർ ഒന്നും തയ്യാറാക്കിയിട്ടുണ്ടാവത്തില്ല. ഏതൊക്കെ ഏരിയകൾ അല്ലെ എന്തൊക്കെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കണം എന്നുള്ള ഒരു ഐഡിയ മാത്രമേ കാണുള്ളൂ. ബാക്കി ക്വസ്റ്റ്യൻസ് ഒക്കെ ഫോം ചെയ്യുന്ന സാഹചര്യത്തിനനുസരിച്ചായിരിക്കും, ആ സോഷ്യൽ സിറ്റുവേഷൻ അനുസരിച്ച് ക്വസ്റ്റ്യൻ ഫോം ചെയ്തു, അതിൻ്റെ ഓർഡർ അന്നേരം ആ ഒരു സാഹചര്യത്തിനനുസരിച്ചുള്ള ഓർഡറിലായിരിക്കും അത് ഫോർവേഡ് ചെയ്ത് പോകുന്നത്. അപ്പോൾ ഈ രീതിയിലുള്ള ഒരു ഇൻ്റർവ്യൂ ആണ് അൺസ്ട്രക്ചേർഡ് ഇൻ്റർവ്യൂ. അടുത്തത് 43 മുതൽ 46 വരെ 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ സോഷ്യോളജി ആൻഡ് ഹിസ്റ്ററി, അതുപോലെ തന്നെ സോഷ്യോളജി ആൻഡ് എക്കണോമിക്സ്. അത് നമ്മൾ ആദ്യം തന്നെ കണ്ടതാണ്. അപ്പോൾ സോഷ്യോളജിയും ഹിസ്റ്ററിയും തമ്മിലുള്ള സിമിലാരിറ്റീസും ഡിസിമിലാരിറ്റീസും പറയണം. സോഷ്യോളജിയും എക്കണോമിക്സും തമ്മിലുള്ള സിമിലാരിറ്റിയും ഡിസിമിലാരിറ്റീസും പറയണം. ഈ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഈ ചാനലിൽ തന്നെ വീഡിയോ സെക്ഷനുകൾ റെഫർ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഫോക്കസ് ഏരിയയായും അല്ലാതെയും ഫസ്റ്റ് ഇയറിൻ്റെ തന്നെ സോഷ്യോളജി വിവിധ ലെസണുകൾ വീഡിയോ സെഷനുകളായി ഈ വീഡിയോയിൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കത് നോക്കി ക്ലിയർ ചെയ്യാൻ സാധിക്കുന്നതാണ്. 44 ടൈപ്സ് ഓഫ് സോഷ്യൽ ഗ്രൂപ്പ്. സോഷ്യൽ ഗ്രൂപ്പ് എന്താണെന്ന് പറയണം. സോഷ്യൽ ഗ്രൂപ്പിന്റെ ടൈപ്സ്: പ്രൈമറി ഗ്രൂപ്പ്, സെക്കൻഡറി ഗ്രൂപ്പ്, ഇൻ ഗ്രൂപ്പ്, ഔട്ട് ഗ്രൂപ്പ്, മെമ്പർഷിപ്പ് ഗ്രൂപ്പ്, നോൺ മെമ്പർഷിപ്പ് ഗ്രൂപ്പ്, വോളണ്ടിയർ ഗ്രൂപ്പ്, ഇൻവോളണ്ടിയർ ഗ്രൂപ്പ്, അങ്ങനെ ധാരാളം ഗ്രൂപ്പുകളുണ്ട്. അത് കൂടാതെ തന്നെ പിയർ ഗ്രൂപ്പ് ഉണ്ട്, ക്രൗഡ് ഉണ്ട്, അൺഓർഗനൈസ്ഡ് അല്ലെ ക്വാസി ഗ്രൂപ്പ് ഉണ്ട്. ഇങ്ങനെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഗ്രൂപ്പുകളുണ്ട്. SA മാർക്കാണ്. ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ആൻസർ എഴുതണം. 45 4 ഏജൻസീസ് ഓഫ് സോഷ്യലൈസേഷൻ. ഇവിടെ ഒന്നാമത് പറയേണ്ടത് എന്താണ് സോഷ്യലൈസേഷൻ. സോഷ്യലൈസേഷൻ ഈസ് എ പ്രോസസ് ബൈ വിച്ച് ആൻ ഇൻഡിവിജ്വൽ ലേൺസ് ടു കൺഫോം ടു ദി നോംസ് ഓഫ് ദി സൊസൈറ്റി. അപ്പോൾ അത് എക്സ്പ്ലെയിൻ ചെയ്യണം. അത് ഇനി ഏജൻസീസ് പറയണം. ഏജൻസീസിൻ്റെ ഓർഡറിൽ തന്നെ പറഞ്ഞു പോകുന്നതായിരിക്കും നല്ലത്. ഫാമിലി, റിലേറ്റീവ്സ് ആൻഡ് നെയ്ബേഴ്സ്, എഡ്യൂക്കേഷൻ, റിലീജിയൻ, സ്കൂള്, സൊസൈറ്റി, അങ്ങനെ അങ്ങ് പോവുകയാണ്. അപ്പോൾ അത് ആ ഒരു ഡയഗ്രമാറ്റിക് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്ത് അതിനെ എക്സ്പ്ലെയിൻ ചെയ്ത് പോവുകയാണെങ്കിൽ അതായിരിക്കും നല്ലത്. അപ്പം കൂടുതൽ സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ സെഷൻ റെഫർ ചെയ്യുക. 46 ഫീച്ചേഴ്സ് ഓഫ് ബ്യൂറോക്രസി. ബ്യൂറോക്രസിയുടെ ഫീച്ചേഴ്സ്, പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ബ്യൂറോക്രസിയുടെ പ്രത്യേകതകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. മാക്സ് വെബറിൻ്റെ ഒരു കൺസെപ്റ്റ് തന്നെയാണ് ബ്യൂറോക്രസി. എന്താണ് ബ്യൂറോക്രസി എന്നത് സൂചിപ്പിക്കണം. അതിനുശേഷം അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ലിസ്റ്റ് ചെയ്യാം. ഒന്നാമത് ദെയർ ഷുഡ് ബി ആൻ ഓഫീസ്. അവിടെ ഫയൽ ഫോർ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം, റിട്ടേൺ ഡോക്യുമെന്റ്സ് ആർ ദെയർ, there is a rules and regulation or norms are there,
സാലറൈസ്ഡ് പേഴ്സൺസ് ആർ ദെയർ, പേഴ്സണൽ അഫയേഴ്സ് ആൻഡ് പബ്ലിക് അഫയേഴ്സ് കനോട്ട് ബി ഇന്റർമിങ്കിൾഡ്. അതുപോലെ തന്നെ ദർ ഇസ് എ ഹയറാർക്കിക്കൽ അറേഞ്ച്മെന്റ് ഓർ സ്ട്രാറ്റിഫിക്കേഷൻ ഇസ് ദെയർ. മോർ ഓവർ ദർ ഇസ് എ കോഡ് ഓഫ് കോണ്ടക്ട്, സെലക്ഷൻ പ്രൊസീജിയർ ആസ് വെൽ ആസ് പ്രൊമോഷൻ പ്രൊസീജിയർ. അപ്പോൾ ഇങ്ങനെയുള്ള ധാരാളം പോയിന്റുകളുണ്ട്. അപ്പോൾ ഈ പോയിന്റുകളൊക്കെ നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതുക. അപ്പം കൂടുതൽ എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫോക്കസ് ഏരിയയുമായി ബന്ധപ്പെട്ട ഓരോ ചാപ്റ്ററുകളും ഓരോ വീഡിയോ സെഷനുകളായി ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കത് റെഫർ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. മറ്റെന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റായിട്ട് രേഖപ്പെടുത്താം. നിങ്ങളുടെ കമൻറ്റുകൾക്കൊക്കെ മറുപടി തരാൻ ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും നല്ല ഈ ഒരു മോഡൽ പരീക്ഷ അറ്റൻഡ് ചെയ്യുന്നതിൽ കൂടെ, ഈ ഒരു മോഡൽ പരീക്ഷയുടെ ആൻസറുകൾ വിശകലനം ചെയ്യുന്നതിൽ കൂടെ അടുത്ത് തന്നെ ഉണ്ടാകുന്ന ഫസ്റ്റ് ഇയർ മോഡൽ പരീക്ഷ നല്ല രീതിയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും എഴുതാൻ കഴിയും. ക്വസ്റ്റ്യൻ നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസറുകൾ ഒന്ന് എഴുതി നോക്കുക, വാല്യൂ ചെയ്ത് നോക്കുക. അതുപോലെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സിമിലർ ആയിട്ടുള്ള ക്വസ്റ്റ്യനുകൾ പ്രിപ്പയർ ചെയ്യുക. കൂടാതെ നിങ്ങൾക്ക് മോഡൽ എക്സാം ഉണ്ടെങ്കിൽ അതും അറ്റൻഡ് ചെയ്ത് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് ഫസ്റ്റ് ഇയർ എക്സാം നല്ല രീതിയിൽ എഴുതി നല്ല മാർക്ക് നേടാൻ ശ്രമിക്കുക. ഫസ്റ്റ് ഇയറിൽ മാർക്ക് സ്കോർ ചെയ്യുന്നതിനെ ആശ്രയിച്ചിരിക്കും നിങ്ങളുടെ സെക്കൻഡ് ഇയറിലെ മാർക്ക് അല്ലെങ്കിൽ ടോട്ടൽ മാർക്ക് വരികയും. അപ്പോൾ എല്ലാവർക്കും നല്ല രീതിയിൽ പഠിക്കുവാനും നന്നായിട്ട് മുന്നോട്ട് പോകാനും കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ നന്ദി, നമസ്കാരം.